നവീകരണ പ്രവൃത്തി പൂർത്തിയായ കാരശ്ശേരിയിലെ ഗ്യാസ് ശ്മശാനം നാടിന് സമർപ്പിച്ചു. ശ്മശാനത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൽ അക്ബർ നിർവഹിച്ചു. 7.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശ്മശാനം നവീകരിച്ചത്. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമായ കാരശ്ശേരി പഞ്ചായത്തിലെ ഗ്യാസ് ശ്മശാനത്തിന്റെ നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കിയാണ് നാടിന് സമർപ്പിച്ചത്. 7.5 ലക്ഷം രൂപ ചെലവഴിച്ച് ശ്മശാനം ഉപയോഗപ്രദമാക്കുന്നതിന് അടിയന്തര പ്രാധാന്യത്തോടെ പഞ്ചായത്ത് നവീകരണ പ്രവൃത്തി പൂർത്തീകരിക്കുകയായിരുന്നു. ഒരു മൃതദേഹം ദഹിപ്പിക്കുന്നതിന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് 2500 രൂപയും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലുള്ളവർക്ക് 4000 രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത്. മൃതദേഹവുമായി എത്തുന്നവർ മരിച്ച ആളുടെ ആധാർ കാർഡ്, ബന്ധുവിൻ്റെ ആധാർ കാർഡ്, വാർഡ് മെമ്പർ, വാർഡ് കൗൺസിലർ, പഞ്ചായത്ത് പ്രസിഡന്റ്, നഗരസഭാ ചെയർപേഴ്സൺ എന്നിവരിൽ ഒരാളുടെ സാക്ഷ്യപത്രം, മരിച്ചയാളുടെ കുടുംബത്തിൻ്റെ റേഷൻ കാർഡിൻ്റെ കോപ്പി എന്നിവ കരുതണമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. നവീകരിച്ച ശ്മശാനത്തിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൽ അക്ബർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് എം ദിവ്യ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അബ്ദുൽ ആരിഫ്, സവാദ് ഇബ്രാഹിം, ജിപ്സാബ് ജോബിൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജംഷിദ് ഒളകര, സരിത ചാമക്കാലയിൽ, മിനി കണ്ണങ്കര, അമീന ബാനു, സീനത്ത്, സി കെ വിജീഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. 2017 ഓടത്തെരുവിൽ ഗ്യാസ് ശ്മശാനം പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതായതോടെ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥ വന്നു. ഇതോടെ ഇവിടെ മൃതദേഹം ദഹിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടായി. മൃതദേഹം മറവ് ചെയ്യാൻ സൗകര്യമില്ലാത്ത മലയോരത്തെ നിരവധി കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കും ഉന്നതികളിലുള്ളവർക്കും ആശ്രയമായിരുന്ന ഗ്യാസ് ശ്മശാനം പ്രവർത്തനക്ഷമമാകാതിരുന്നത് വലിയ പ്രയാസവും സൃഷ്ടിച്ചിരുന്നു. ഇതിനിടയിലുണ്ടായ പല മരണങ്ങളിലും കോഴിക്കോട് പോലുള്ള ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയാണ് മൃതദേഹം സംസ്കരിച്ചിരുന്നത്. ഇതോടെയാണ് കാരശ്ശേരി പഞ്ചായത്ത് പുതിയ ഭരണസമിതി അധികാരമേറ്റെടുത്ത ഉടൻ ഇതിൻ്റെ നവീകരണ പ്രവൃത്തിക്കുള്ള ശ്രമം ആരംഭിച്ചത്. പ്യൂരിഫിക്കേഷൻ ഫിൽട്ടർ ടാങ്ക്, ബർണറുകൾ, ചിമ്മിനി കണക്ഷൻ പൈപ്പ്, ബെയറിങ്ങുകൾ, മേൽക്കൂര എന്നിവയെല്ലാം മാറ്റി പെയിൻറ്റിങ്ങും പൂർത്തീകരിച്ചാണ് നാട്ടുകാർക്കായി തുറന്നു കൊടുത്തത്. ചില നിർമ്മാണ പ്രവൃത്തികൾ അതല്ലെങ്കിൽ റിപ്പയർ ആവശ്യമായി വന്നപ്പോൾ ഈ ഭരണസമിതി 7 ലക്ഷം രൂപ ഉടനെ വകയിരുത്തി അതിൻ്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ മലയോര മേഖലയിലെ ഏകദേശം മുഴുവൻ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാവണമെന്നാണ്. ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് 2500 രൂപയും അതോടൊപ്പം പുറത്തുനിന്ന് വരുന്ന പഞ്ചായത്തിലുള്ള ആളുകൾക്ക് 4000 രൂപ ഈടാക്കിക്കൊണ്ട് എല്ലാവർക്കും സാധാരണക്കാരായ ജനങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായ രീതിയിൽ ഈ സ്ഥാപനം ഞങ്ങൾ വളരെ നല്ല രീതിയിൽ നവീകരിച്ചിരിക്കുകയാണ്. പ്രവർത്തന സജ്ജമായതോടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിലുള്ളവർക്ക് ഗ്യാസ് ശ്മശാനം ഉപകാരപ്പെടും. CTV പ്രാദേശിക വാർത്ത മുക്കം.